മാംഗല്യം. നീ എന്തൊക്കെയാ മിതു ഈ പറയുന്നത്? നമ്മുടെ അഭി ചോദിക്കുമ്പോൾ ജാനിയുടെ ശബ്ദം വിറച്ചു. ഞാൻ പറയുന്നൊക്കെ സത്യമാണ് ജാനി. നിന്റെ കാറ് അഭിയെ വർക്ക്ഷോപ്പിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ഒരു 5 മിനിറ്റ് മറ്റൊരു കാർ അവിടേക്ക് വന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ അവർ അഭിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അവൻ ചെറുത്തു നിൽക്കാൻ പരമാവധി ശ്രമിച്ചു നോക്കി. പക്ഷെ അതിനിടയ്ക്കാണ് ആ ഗുണ്ടകളിൽ ഒരാൾ അവിടെ കിടന്ന ഒരു ഇരുമ്പിന്റെ പൈപ്പെടുത്ത് അവന്റെ തലയിലടിച്ചത്. പെട്ടെന്ന് അയാളെ ആരോ തള്ളി മാറ്റിയതുകൊണ്ട് അത്ര കാര്യമായിട്ട് അടി കൊണ്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിലെ പ്രവീൺ സംഭവം നടക്കുമ്പോൾ ആ വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു. അവനാണ് ഇതെല്ലാം എന്നോട് വിളിച്ചു പറഞ്ഞത്. മിതു പറയുന്ന ചില കാര്യങ്ങൾ കേൾക്ക് ജാനിക്ക് എന്തെന്നില്ലാത്ത സംശയം തോന്നി. അവനെ ഡ്രോപ്പ് ചെയ്ത് നിമിഷങ്ങൾക്കിടയിൽ മറ്റൊരു കാറിൽ വന്ന് ആളുകൾ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അഭിയെ സംബന്ധിച്ച് അവൻ അങ്ങനെ ആർക്കും ദ്രോഹം ചെയ്യുന്ന ഒരു ക്യാരക്ടറല്ല. അങ്ങോട്ട് പോയി ആരോടും വഴക്കിടാറുമില്ല. പിന്നെ ആരായിരിക്കും അവനെ ഈ വിധമാക്കിയത്? ജാനി മനസ്സിൽ ചിന്തിച്ചു. അവൻ എങ്ങനെയുണ്ട് മിതു ഇപ്പോൾ? അത് ചോദിക്കുമ്പോൾ ജാനി കരഞ്ഞുപോയി. നീ കരയില്ലേ ജാനി? മിതു അവളെ സമാധാനിപ്പിച്ചു. എടി, എന്നാലും ആരാ അവനെ അങ്ങനെയൊക്കെ ചെയ്തത്? ജാനി മനസ്സിൽ തോന്നിയ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. പൊടുന്നനെ ജാനിക്കുള്ളിൽ കൂടി ഒരു മിന്നൽ പിണർ കടന്നുപോയി. അമ്മ. ശബ്ദമില്ലാതെ അവളുടെ അധരങ്ങൾ മന്ത്രിച്ചു. തന്റെ അമ്മയ്ക്കിതിൽ ഒരു പങ്കുണ്ടെന്ന് അവളുടെ മനസ്സ് പറയാതെ പറഞ്ഞു. ജാനി, നീ കേൾക്കുന്നുണ്ടോ? ഏറെ നേരത്തിന് ശേഷവും ജാനിയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലെന്ന് മനസ്സിലായതോടെ മിതു എടുത്തു ചോദിച്ചു. കേൾക്കുന്നുണ്ട്. നീ ഹോസ്പിറ്റലിലേക്ക് പോയോ? അവിടെ പണത്തിന്റെ ആവശ്യം വരില്ലേ? ഞാൻ വരട്ടെ അങ്ങോട്ട്? ഏതോ ഓർമ്മയിൽ നിന്നതുപോലെ ജാനി സംസാരിച്ചുകൊണ്ടിരുന്നു. നീ എന്തൊക്കെയാ ജാനി പറയുന്നേ? ഈ രാത്രിയിൽ, അതും ഇത്രയും ദൂരം നീ എങ്ങനെ വരുമെന്നാ പറയുന്നേ? ആ വഷളൻ ഡ്രൈവറിന്റെ കൂടെയോ? വേണ്ട, ഞാൻ എന്തായാലും ആശുപത്രിയിലേക്ക് പോകാൻ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ നിന്നെ വിവരങ്ങൾ അറിയിക്കാം, മിതു പറഞ്ഞു. മറുപടിയായി ഒന്ന് മൂളിക്കൊണ്ട് ജാനി കോൾ കട്ട് ചെയ്തു. അതേസമയം മെഡിക്കൽ കോളേജിന്റെ ഐസിയുവിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് അബിയുടെ അച്ഛനും അമ്മയും. അവരെ കൂടാതെ അവർ താമസിക്കുന്ന കോളനിയിലെ മറ്റു ചിലർ കൂടി ഉണ്ട് അവിടെ. അവർക്കിടയിലേക്കാണ് മിതു കടന്നു വന്നത്. അവൾ അബിയുടെ അമ്മയോട് എന്തോ പറയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് 3-4 പേർ അവിടേക്ക് വന്നത്. കണ്ടാൽ ഗുണ്ടകളെന്ന് തോന്നിക്കുന്നവർ. അവർ നേരെ വന്നത് അബിയുടെ അച്ഛൻ്റെ അടുത്തേക്കാണ്. അയാളാണെങ്കിൽ ഒരു പാവം സാധു മനുഷ്യൻ. ഏക പ്രതീക്ഷയായ മകൻ ഐസിയുവിൽ കിടക്കുമ്പോൾ തളർന്നിരിക്കുകയായിരുന്നു ആ പാവം. കൂലിപ്പണിയാണ് അയാളുടെ ജോലി. ഇട്ടിരിക്കുന്ന മണ്ണും പൊടിയും പറ്റിപ്പിടിച്ച ഷർട്ടും മുഷിഞ്ഞ കൈലിയും കണ്ടാൽ തന്നെ അറിയാം എവിടെയോ പണി ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ ഈ വിവരം അറിഞ്ഞു വന്നതാണെന്ന്. അവരിലൊരാൾ അയാളുടെ കോളറിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു, ചുവരോട് ചേർത്ത് വെച്ചു. മോനോട് പറയണം, വലിയ വീട്ടിലെ പെമ്പിള്ളാരോട് മിണ്ടാനും കൊഞ്ചിക്കുഴിഞ്ഞ് യാത്ര ചെയ്യാനും പോകുമ്പോൾ ഇതുപോലെയുള്ള ചില തിരിച്ചടികൾ കിട്ടുമെന്ന്. കാശിന് ഗതിയില്ലാത്തവൻ മാനസീമാടത്തിന്റെ മോളെ പ്രേമിക്കാനിറങ്ങി വന്നേക്കുന്നു. അവരുടെ ഗേറ്റിന്റെ മുൻപിൽ വന്ന് ഭിക്ഷ യാചിക്കാനുള്ള യോഗ്യത പോലുമില്ലാത്ത കള്ളക്കൂട്ടങ്ങൾ. മാനസി മേഡംന്ന് അവരിലൊരാളുടെ വായിൽ നിന്ന് കേട്ടതും ഇത് തറഞ്ഞു നിന്നുപോയി. എങ്കിലും ആത്മധൈര്യം വീണ്ടെടുത്തുകൊണ്ട് അവൾ ഓടിച്ചെന്ന് അബിയുടെ അച്ഛനെ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു. മിതുവിന്റെ തള്ളലിൽ അല്പം സൈഡിലേക്ക് ചെരിഞ്ഞുപോയ അയാൾ ദേഷ്യത്തോടെ അവൾക്കരികിലേക്ക് വന്നു. അവളുടെ മുടിക്കുത്തിൽ കുത്തിപ്പിടിച്ചു. വേദനയാൽ മിതു അലറി. അബിയുടെ അച്ഛൻ അയാളുടെ കയ്യിൽ നിന്നും മിതുവിനെ രക്ഷിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആളുകൾ ഓടിക്കൂടിയിരുന്ന അവിടേക്ക്. പിന്നാലെ തന്നെ ആർക്കും പിടികൊടുക്കാതെ അവരോടി രക്ഷപ്പെട്ടു. മോളെ, നിനക്കെന്തേലും പറ്റിയോ? അബിയുടെ അമ്മ വയ്യാത്ത കാലുമായി വേച്ച് വേച്ച് അവൾക്കടുത്തേക്ക് വന്നു. ഇല്ല ആന്റി, കുഴപ്പമൊന്നുമില്ല. തല പറഞ്ഞു പോകുന്ന വേദന തോന്നിയെങ്കിലും ആ നിമിഷം അവരോട് അങ്ങനെ പറയാനാണ് അവൾക്ക് തോന്നിയത്. അപ്പോഴേക്കും അബിയുടെ അച്ഛനെ ആരൊക്കെയോ ചേർന്ന് വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. അയാൾ നന്നായി ഭയന്നിരുന്നു. അല്പനേരത്തിന് ശേഷം ആശ്വാസം തോന്നിയതോടെ അയാൾ മിതുവിന്റെ അരികിലേക്ക് വന്നു. അബിയുടെ അച്ഛനെ നോക്കാനാവാതെ മിതു മുഖം കുനിച്ചു.
കുറച്ചു മുമ്പ് ഇവിടെ വന്നിട്ട് പോയ ആളുകൾ എന്തൊക്കെയാണ് മോളെ പറഞ്ഞത്? അവൻ ആരുടെ പിന്നാലെയാ നടക്കുന്നത്? നിങ്ങളൊക്കെയല്ലേ അവന്റെ ഉറ്റ കൂട്ടുകാർ. എന്തായാലും നിങ്ങൾക്കറിയാതിരിക്കില്ലല്ലോ. എന്റെ അറിവിൽ എന്റെ മകൻ അവൻ അങ്ങനൊരാളല്ല. അതെനിക്ക് നന്നായിട്ടറിയാം. എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്ന അയാൾ. അങ്കിൾ, അബിയെ ഞങ്ങൾക്കും നന്നായി അറിയാം. അവൻ അങ്ങനെ ഒരാളല്ല. ഇത് ചിലപ്പോൾ ആരെങ്കിലും ആള് മാറി ഉപദ്രവിച്ചതാക്കും. എങ്ങനെയൊക്കെയോ മിതു പറഞ്ഞൊപ്പിച്ചു. കുറച്ചു സമയത്തിന് ശേഷമാണ് ഡോക്ടർ ഐസിയുവിന്റെ ചെല്ലുവാതിൽ തള്ളി തുറന്ന് പുറത്തേക്ക് വന്നത്. അത് കണ്ടതും അബിയുടെ അച്ഛനും മിതുവും ഓടി ഡോക്ടറുടെ അരികിലേക്ക് ചെന്നു. പേടിക്കാനൊന്നുമില്ല. പേഷ്യന്റ് കണ്ണു തുറന്നിട്ടുണ്ട്. സംസാരിക്കുകയും ചെയ്തു. പക്ഷേ വിസിറ്റേഴ്സിന് ഇപ്പൊ കാണാൻ പറ്റില്ല. നാളെ കയറി കാണാം. അവരുടെ എല്ലാവരുടെയും മുഖത്ത് ഒരാശ്വാസത്തിന്റെ ചിരി പടർന്നു. മിതു പതിയെ വാഷ്റൂമിന്റെ ഭാഗത്തേക്ക് പോയി. ഫോണെടുത്ത് ജാനിയെ വിളിച്ചതും ആദ്യ ബെല്ലിൽ തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. എങ്ങനെയുണ്ട് മിതു അബിക്ക്? പേടിയും വെപ്രാളവും നിറഞ്ഞ ജാനിയുടെ സ്വരം. പേടിക്കാനൊന്നുമില്ല ജാനി. അവൻ കണ്ണു തുറന്നു. ഡോക്ടർ കുറച്ചു മുന്നേ വന്ന് പറഞ്ഞു. സംസാരിക്കുകയും ചെയ്തു. പക്ഷെ ഇന്ന് കാണാൻ പറ്റില്ല. നാളെ കാണാന്നാ പറഞ്ഞത്. ഓ ഗോഡ്, എനിക്കിപ്പോഴാ മിതു ഒരു സമാധാനമായത്. ഇത്ര നേരവും പ്രാർത്ഥനയോടെ കാത്തിരിക്കുമായിരുന്നു ഞാനിവിടെ. എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ആശുപത്രിയിൽ നടന്ന സംഭവങ്ങൾ ജാനിയോട് പറയാതിരിക്കാൻ മിതുവിന് കഴിഞ്ഞില്ല. കാര്യം അവൾ കാരണമാണ് അബിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നറിയുമ്പോൾ അവൾ കൂടുതൽ വേദനിക്കും. എങ്കിലും അവളുടെ അമ്മ ഇത്രയും ക്രൂരയാണെന്നുള്ള യാഥാർത്ഥ്യം അവൾ അറിഞ്ഞിരിക്കണമെന്ന് മിതുവിന് തോന്നി. ജാനി, ഇന്നിവിടെ ഹോസ്പിറ്റലിൽ ചില സംഭവങ്ങളുണ്ടായി. ഞാൻ വന്ന് കയറിയതേ ഉള്ളായിരുന്നു. അപ്പോൾ ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന 3-4 പേർ ആശുപത്രിയിലേക്ക് വന്നു. മിതു അവർ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ജാനിക്ക് പറഞ്ഞു കൊടുത്തു. കേട്ടത് വിശ്വസിക്കാനാവാതെ തരിച്ചു നിന്നുപോയി അവൾ. മിതു, അവർ പറയുന്ന ആൾ അത് ഞാനല്ലേ? ഞാൻ കാരണമാണോ അബി ഇങ്ങനൊരവസ്ഥയിലെത്തിയത്? മിതുവിന്റെ മറുപടി മൗനമാണെന്ന് കണ്ടതും ജാനി പതിയെ കോള് കട്ടാക്കി. താഴേക്ക് അവൾ നടന്നുപോയി. മിതു പലതവണ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ജാനി കോളെടുത്തില്ല. അവൾ നേരെ പോയത് മാനസിയുടെ റൂമിലേക്ക്. പാതി തുറന്നു കിടന്ന വാതിൽ ചോദ്യം പറച്ചിലും ഒന്നുമില്ലാതെ തള്ളി തുറന്നുകൊണ്ട് ജാനി അകത്തേക്ക് കയറി. ആ സമയം മാനസിയും ജയനും ബെഡിലിരുന്ന് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നിനക്കെന്താണ് ജാനി, മാനസില്ലേ? മറ്റൊരാളുടെ റൂമിലേക്ക് വരുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അപ്പോൾ തോന്നിയ ദേഷ്യത്തിൽ മാനസി അത് പറഞ്ഞെങ്കിലും പൊടുന്നനെ അവർ അവൾക്കടുത്തേക്ക് ഓടിച്ചെന്നു. ചോദ്യം പറച്ചിലും ഒന്നുമില്ലാതെ അവർ അവൾക്ക് നേരെ കൈ ആഞ്ഞു വീശി. ഇരു കൈകൊണ്ടും മാനസിയുടെ കൈകളിൽ പിടിച്ചിരിക്കുകയാണ് ജാനി. മാനസി ഒട്ടും പ്രതീക്ഷിച്ചില്ല ജാനിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പ്രവൃത്തി. അതുകൊണ്ട് തന്നെ മാനസി ദേഷ്യം നിയന്ത്രിക്കാനാവാതെ പല്ലുകൾ കടിച്ചമർത്തി. നീ ജീവനോടെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ കരുതി നീ ചത്തുന്നു. എത്ര നേരം നിന്റെ വാതിൽ ഞാനും വൈഭവും നിന്റെ അച്ഛനും മാറി മാറി മുട്ടി. കണ്ട കോളനി ചെക്കന്മാരുടെ കൂടെ നീ മുട്ടിയൊരുമി ഇരിക്കുമല്ലേ? ആരെയും അനുസരണയും ഭയമില്ലാത്തൊരു സാധനം ഇതെങ്ങനെ എന്റെ വയറ്റിൽ കൊടുത്തു എന്തോ. ജയനോട് ഞാൻ അന്നേ പറഞ്ഞതാ ഈ കുഞ്ഞ് നമുക്ക് വേണ്ടെന്ന്. അന്നേ കൊണ്ട് കലക്കി കളഞ്ഞിരുന്നെങ്കിൽ ഇന്നിങ്ങനെ പന പോലെ വളർന്ന് നമുക്ക് നാണക്കേടുണ്ടാക്കില്ലായിരുന്നു. ഇതൊന്നും കാണേണ്ടിയും വരില്ലായിരുന്നു. കേട്ടത് വിശ്വസിക്കാനാവാതെ നിശ്ചലയായി നിന്നുപോയി ജാനി. പെട്ടെന്ന് മാനസിൽ നിന്ന് കേട്ട കാര്യങ്ങൾ ചോദിക്കാമെന്ന എല്ലാം മറന്നുപോയി അവൾ. ജനിച്ചപ്പോൾ ജനിപ്പിച്ചവർ പറയുന്നു പണ്ടേ ഇല്ലാതാക്കേണ്ടിയിരുന്നെന്ന്. ജീവനോടെ ചിതയിൽ വെച്ചതുപോലെ വേദനിക്കുന്നവൾക്ക് ആരുടെയും കണ്ണിൽപ്പെടാത്ത തിരിച്ചറിയാത്ത ഒരു കൂട്ടം മനുഷ്യർക്കിടയിലേക്ക് ഓടിക്കയറാൻ തോന്നിപ്പോയി അവൾക്ക് ആ നിമിഷം. കരയാൻ പോലും മറന്ന് വല്ലാത്തൊരവസ്ഥയിൽ നിന്നുകൊണ്ട് അവൾ മാനസിയെ നോക്കി. ഇനി എന്ത് കാണാൻ നിൽക്കുമോ? ഇറങ്ങിപ്പോയി റൂമിൽ നിന്ന്. വിളിക്കാത്ത കല്യാണത്തിന് വലിഞ്ഞു കയറിച്ചെന്ന അതിഥിയുടെ സ്ഥാനമാണ് ജാനിക്ക് മാനസിയുടെയും ജയന്റെയും ജീവിതത്തിൽ. അതവൾ പണ്ടേ തിരിച്ചറിഞ്ഞതാണ്. പക്ഷെ ഇതാദ്യമായിട്ടാണ് ഇത്രയും പച്ചയ്ക്ക് അമ്മ തന്നോട് വെറുപ്പ് കാണിക്കുന്നതെന്ന് അവൾ ഓർത്തു. അവൾ പെട്ടെന്ന് തന്നെ അവരുടെ മുറിയുടെ വാതിലടച്ചു. അവിടെ നിന്നിറങ്ങി. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം
എന്നൊന്നും അറിയാത്ത അവസ്ഥ. ഒരു വേള തനിക്ക് ചുറ്റുമുള്ള എല്ലാം കലങ്ങി മറിയുന്നത് പോലെ ഒരു തോന്നൽ. കൊടും വേനലിൽ ഇലകൾ കൊഴിഞ്ഞൊരു മരത്തിന് കീഴിൽ അഭയം തേടിയ പക്ഷിയെപ്പോലെ അവള് ചുട്ടുപൊള്ളി. മാനസി പറഞ്ഞ വാക്കുകൾ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവായി അവളിൽ പടർന്നു. എങ്ങനെയോ പടികൾ കയറി അവൾ മുകളിലെത്തി. ബാത്റൂമിലേക്ക് കയറി ഷവർ ഓൺ ചെയ്തു. അതിന് കീഴിലിരുന്ന് ആർത്താർത്ത് അവൾ കരഞ്ഞു. ജാനിയുടെ പാന്റിന്റെ പോക്കറ്റിൽ കിടന്ന ഫോണിലേക്ക് മിഥുവിന്റെ കോളുകൾ അപ്പോഴും വന്നുകൊണ്ടേയിരുന്നു. എത്ര നേരം ആ ഇരിപ്പിരുന്നെന്ന് ജാനിക്ക് തന്നെ ബോധമില്ല. ഈറനോടെ തന്നെ അവൾ മുറിയിലേക്ക് വന്നു. സ്റ്റാൻഡിൽ കിടന്ന ടവലെടുത്ത് ദേഹം തുടച്ചു. രാത്രിയുടെ കറുപ്പ് കൂടിക്കൂടി വന്നു. നിലാവെളിച്ചത്തിൽ മിന്നി തിളങ്ങി നിന്ന നക്ഷത്രങ്ങൾ. എപ്പോഴും കണ്ണുടയ്ക്കുന്ന ആ സുന്ദര കാഴ്ചകൾക്കൊന്നും അവളെ പിടിച്ചു നിർത്താനായില്ല. കോളേജിൽ നിന്ന് വന്നവളെ ആരും ആഹാരം കഴിക്കാനും വിളിച്ചില്ല. അവളങ്ങോട്ട് പോകാനും ശ്രമിച്ചില്ല. സമയം ഏകദേശം 9 മണി കഴിഞ്ഞു. വീട്ടിലെ ലൈറ്റുകൾ ഓരോന്നായി അണഞ്ഞു. അവളുടെ മുറിയിൽ പ്രകാശം മാത്രം. ഡ്രോയിൽ കിടന്ന ബുള്ളറ്റിന്റെ ചാവിയും എടുത്തുകൊണ്ട് അടുക്കളവാതിൽ വഴി അവൾ പുറത്തേക്കിറങ്ങി. കയ്യിലൊരു ബാഗും അതിൽ കുറച്ച് വസ്ത്രങ്ങളും ബുക്കുകളും ഫോണും ഹെൽമെറ്റും മാത്രം. ഉമ്മറത്തു നിന്നും ഗേറ്റ് വരെ ബുള്ളറ്റ് ഉരുട്ടിക്കൊണ്ടുപോയി. ഗേറ്റിന്റെ അടുത്തുള്ള സെക്യൂരിറ്റി സുഖ ഉറക്കത്തിലായതുകൊണ്ട് ഗേറ്റ് പാതി തുറന്ന് വണ്ടി പുറത്തേക്ക് ഉരുട്ടിയിറക്കി. ശേഷം പഴയതുപോലെ അവൾ ഗേറ്റ് അടച്ചിട്ടു. പിന്നെയും കുറച്ചു ദൂരം മുൻപോട്ട് വണ്ടി ഉരുട്ടിക്കൊണ്ടു പോയതിനു ശേഷമാണ് അവൾ അത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു നിമിഷം എങ്ങോട്ട് പോകണമെന്ന് അവൾക്ക് യാതൊരു നിശ്ചയവുമില്ലായിരുന്നു. മുന്നിൽ കണ്ട വഴികളിലൂടെയൊക്കെ അവൾ വണ്ടി ഓടിച്ചു. ഇരുട്ടായതുകൊണ്ടും വണ്ടി നഗരത്തിരക്കുകളിലേക്ക് പ്രവേശിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ റോഡിൽ ആളുകളും വണ്ടികളും നന്നേ കുറവ്. അതേസമയം നാളെ വൈകിട്ട് നഗരത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പ്രോഗ്രാമിന് സുരക്ഷയൊരുക്കുന്ന തിരക്കുകളിലാണ് ജഗന്നാഥൻ. നഗരത്തിന്റെ പല കോണുകളിൽ കൂടിയും പോലീസ് ജീപ്പുകൾ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. അകാരണമായി തന്നെ പൊതിയുന്ന അടിവയറ്റിലെ വേദനയും വിശപ്പും ജാനിക്ക് വല്ലാതെ തോന്നി. മരിച്ചു പോയാൽ മതിയെന്ന് തോന്നിയ നിമിഷം. സ്വന്തം എന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ ആരുമില്ലാതെ, ആരാലും സ്നേഹിക്കപ്പെടാത്ത ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എത്ര ദുസ്സഹമാണെന്ന് അവൾ ഓർത്തു. വണ്ടി നഗരത്തിരക്കുകളിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപിലെ വളവിൽ വെച്ചാണ് എതിരെ വന്ന മറ്റൊരു വാഹനവുമായി അവളുടെ ബുള്ളറ്റ് തട്ടുന്നത്. വണ്ടിയിൽ നിന്ന് അവൾ തെറിച്ചു പുറത്തേക്ക് വീണെങ്കിലും തൊട്ടരികിൽ തന്നെ ഉണ്ടായിരുന്ന ഓടയിലേക്ക് ബുള്ളറ്റ് വീണു. ഹെൽമെറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് കാര്യമായ പരിക്കുകളൊന്നും പറ്റിയില്ല. പക്ഷെ കൈത്തണ്ടയിലും കൈമുട്ടിലും അവൾക്ക് നീറ്റൽ അനുഭവപ്പെട്ടു. അവൾ ഒരുവിധം എഴുന്നേറ്റ് നിന്നപ്പോഴേക്കും 2-3 പോലീസുകാർ അവൾക്കരികിലേക്ക് ഓടി വന്നു. അപ്പോഴാണ് അവൾക്കും ബോധ്യമുണ്ടായത്. ഒരു പോലീസ് വണ്ടിയുമായിട്ടാണ് തന്റെ ബുള്ളറ്റ് ഇടിച്ചതെന്ന്. എന്തെങ്കിലും പറ്റിയോ? ഒരു പോലീസുകാരൻ അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല. എങ്കിലും വഴിവിളക്കുകളുടെ അരണ്ട മഞ്ഞ വെളിച്ചത്തിൽ അവൾ കണ്ടിരുന്നു അവളുടെ കൈമുട്ടിലൂടെ ഒഴുകിയിറങ്ങുന്ന ചോര. സാറേ, കൈക്ക് ചെറിയ പരിക്കുണ്ട്. അവിടെ നിന്ന് പോലീസുകാരൻ അകത്തേക്ക് നോക്കി പറഞ്ഞു. ഫസ്റ്റ് എയ്ഡ് ബോക്സുമായി അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളെ കണ്ടതും ജാനിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവന്റെ മുഖത്തും അതേ ഭാവം. നീയോ? നീ എന്താ ഈ സമയത്ത്? അതെന്താ, ഈ സമയത്ത് എനിക്ക് യാത്ര ചെയ്യാൻ പാടില്ലെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? വേദനകൾ മറന്നുകൊണ്ട് അവനോടൊരു തർക്കത്തിന് അവൾ തുടക്കം കുറിച്ചു. മറ്റു പോലീസുകാരെല്ലാം ഇതെന്താണെന്ന ഭാവത്തിൽ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. സാർ, സാറിന് അറിയുന്ന ആളാണോ ഇത്? ജഗന് തൊട്ടരികിൽ നിന്ന് ഒരു പോലീസുകാരൻ അവനോടായി അത് ചോദിച്ചപ്പോൾ സൂക്ഷിച്ചൊരു നോട്ടം മാത്രമായിരുന്നു ജഗന്റെ ഭാഗത്തു നിന്നും അയാൾക്ക് കിട്ടിയ മറുപടി. അപ്പോഴേക്കും മറ്റൊരു പോലീസുകാരൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ജഗന്റെ കയ്യിൽ നിന്നും വാങ്ങി ജാനിയുടെ കയ്യിലേക്ക് മരുന്ന് വയ്ക്കാൻ തുടങ്ങി. മുറിവ് കഴുകിയപ്പോൾ ചെറുതായി അവൾക്ക് നീറ്റൽ തോന്നി. വേദന കടിച്ചു പിടിച്ചവൾ നിന്നു. എന്റെ വണ്ടി, അവിടെ നിന്നൊരു പോലീസുകാരനോട് അവൾ പറഞ്ഞു. അത് ഓടയിലേക്കാണ് വീണത്. ഇന്നിനി എന്തായാലും അത് എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എങ്ങോട്ടാ പോകാനുള്ളത്? പോലീസുകാരൻ ചോദിച്ച ചോദ്യത്തിന് ഏറെ നേരമായിട്ട് ജാനിയുടെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും വന്നില്ല.
സത്യത്തിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് അവളും തീരുമാനിച്ചിട്ടില്ല. അതായിരുന്നു യാഥാർത്ഥ്യം. സമയം അല്പം കഴിഞ്ഞിട്ടും ജാനി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ട് ജഗന്റെ നോട്ടം അവളിലേക്കായി. ഡോറിൽ ചാരി ദൃഷ്ടി മാറ്റി അങ്ങോട്ടേക്ക് പതിപ്പിച്ചു നിന്നവൻ അവൾക്ക് മുന്നിലേക്ക് വന്നു. ചോദിച്ചു കേട്ടില്ലേ നിനക്ക്? നിനക്ക് എവിടേക്കാ പോകേണ്ടത്? ഞാൻ മുൻപും തന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇങ്ങനെ എടി പോടി എന്നൊന്നും വിളിക്കരുത്. എനിക്കൊരു പേരുണ്ട്. വയറിൽ കൊളുത്തി വലിക്കുന്ന മാസം മാസം വരാറുള്ള വേദന കൂടി ആയതോടെ അവൾക്ക് ദേഷ്യം. അത് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലും. സി ജാൻവി, തനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ആഹാ, ഈ ജാടയ്ക്ക് എന്റെ പേരൊക്കെ ഓർമ്മയുണ്ടല്ലേ? ജാൻവി മനസ്സിലോർത്തു. അത് എനിക്ക് മെഡിക്കൽ കോളേജിൽ പോകണം. എന്തിന്? അതൊക്കെ അറിയണം. മറുചോദ്യം ജാൻവി ചോദിച്ചപ്പോ മറുപടിയായി ഇവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ നോട്ടം നേരിടാൻ അവൾ പറഞ്ഞു, എന്റെ ഫ്രണ്ട് ഹോസ്പിറ്റലിലാണ്. അവനെ കാണാൻ വേണ്ടി പോകുന്ന വഴിയാ ഞാൻ. വണ്ടി കയറ്, ഞങ്ങൾ കൊണ്ടുവിടാം. വേണ്ട, ഞാനൊരു ബസ്സിൽ പൊയ്ക്കോളാം. പറയുന്നതനുസരിക്ക് ജാൻവി. ക്ഷമയുടെ അങ്ങേയറ്റത്ത് നിന്നുകൊണ്ടാണ് ജഗൻ സംസാരിക്കുന്നത്. അതേസമയം തന്നെ കൂടെ നിന്ന പോലീസുകാരെല്ലാം ജഗന്റെ ഈ ഭാവമാറ്റമാണ് നോക്കുന്നത്. കലിപ്പനായ തങ്ങളുടെ മേലുദ്യോഗസ്ഥന് ഇത്രയും സോഫ്റ്റായി പെരുമാറാൻ അറിയാമോ എന്ന് അവർ ചിന്തിച്ചു. എന്റെ വണ്ടി? അവൾ ജഗനോട് ചോദിച്ചു. അതിവരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി, കൂടെ തന്റെ അഡ്രസ്സും. വണ്ടി ഇവരെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു തരും. അത് പറയുന്നതോടൊപ്പം തന്നെ ജഗൻ വണ്ടിയിലേക്ക് കയറി. പിന്നാലെ അവന് തൊട്ടടുത്തുള്ള സീറ്റിലേക്ക് ജാൻവിയും ഇരുന്നു. ഇരുവരും പരസ്പരം നോക്കാതെ ഇരു ധ്രുവങ്ങളിലേക്ക് നോക്കിയിരുന്നു. ഇവിടെ നിന്നും ഏകദേശം 1 മണിക്കൂർ ദൂരമുണ്ട് മെഡിക്കൽ കോളേജിലേക്ക്. അടിവയറ്റിലെ വേദനയുടെ തീവ്രത ഏറി വന്നു. ഉച്ചയ്ക്ക് ശേഷം വെള്ളം പോലും കുടിച്ചിട്ടില്ലാത്തതിന്റെ ക്ഷീണവും. കുറച്ചേറെ സമയം അവൾ പിടിച്ചിരുന്നു. ക്ഷീണവും തളർച്ചയും വേദനയും എല്ലാം കൂടി കലർന്നൊരു നിമിഷം അറിയാതെ അവളുടെ മിഴികൾ അടഞ്ഞു. ഒരു തൂവൽക്കെട്ട് വീഴുന്ന ലാഘവത്തോടെ അവൾ ജഗന്റെ മടിയിലേക്ക് വീണു. പെട്ടെന്നായതുകൊണ്ട് അവനും ഞെട്ടി. അറിയാതെ അവന്റെ കൈകൾ അവളെ പൊതിഞ്ഞു. രോമങ്ങൾ തിങ്ങി നിറഞ്ഞ ആ കൈക്കുള്ളിൽ കിടക്കുമ്പോൾ മുൻപെമ്പോ സ്വപ്നത്തിൽ കണ്ട പോലെ ഒരാമ്പൽപ്പൂവിന്റെ സുഗന്ധം അവളെ പൊതിഞ്ഞു. കണ്ണു തുറക്കാൻ എത്ര ശ്രമിച്ചിട്ടും കനം വെച്ച കൺപോളകൾ അവളെ അതിന് അനുവദിച്ചില്ല. തുടരും. കഥ കൊള്ളാമോ? ട്രാക്കിൽ കയറിയാൽ നിങ്ങൾക്ക് ഇഷ്ടമാകും കേട്ടോ. അതുവരേക്കും നിങ്ങളൊന്ന് ക്ഷമിക്കണേ.